വാട്സപ്പിലൂടെ ചോദിച്ചൊരു ചോദ്യമാണ് മരിച്ചവരുടെ ചിത്രങ്ങൾ വീട്ടിൽ വയ്ക്കാമോ എന്നുള്ളത്. നമ്മുടെ വീട്ടിൽ ഒരു വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ആ ആളിന്റെ ഓർമ്മയ്ക്കായിട്ട് ചിത്രങ്ങൾ വയ്ക്കുക പണ്ട് കാലം മുതലേ ഉള്ള ഒരു ശീലമാണ്. ഇന്ന് എല്ലാ വീടുകളിലും അങ്ങനെ ചിത്രങ്ങൾ വയ്ക്കുന്ന ഒരു രീതിയില്ല. പകരം എല്ലാം ഡിജിറ്റലായിട്ട് കമ്പ്യൂട്ടറിലോ മറ്റൊക്കെ ആയിരിക്കും സേവ് ചെയ്യുക. ചില ആൽബങ്ങളിലൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ പൊതുവിൽ കാണപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാലും നമുക്ക് മരിച്ചവരുടെ ചിത്രങ്ങൾ വീട്ടിൽ വയ്ക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. നമുക്ക് മരിച്ചവരുടെ ചിത്രങ്ങൾ തെക്ക് ഭാഗത്തേക്ക് മുഖം ദർശനം വരുന്ന തരത്തിലേക്ക് നമുക്ക് വീടുകളിൽ വയ്ക്കാവുന്നതാണ്. എന്നാൽ ചിലര് ദൈവങ്ങളുടെ സ്ഥാനത്ത് പൂജാമുറിക്കകത്ത് ചിത്രങ്ങളെ വെച്ച് പൂജിക്കുന്നതായിട്ട് കാണാറുണ്ട് മരിച്ചുപോരുടെ. പക്ഷെ അത് തെറ്റായിട്ടുള്ള രീതിയാണ്. കാര്യം പിതൃലോകത്തേക്ക് പോയ പിതൃവിന്റെ ഊർജ്ജം വേറെ, താന്ത്രിക ഊർജ്ജം പേർന്ന ദൈവങ്ങളുടെ സ്ഥാനം വേറെയാണ്. അപ്പൊ ദൈവങ്ങളുടെ സ്ഥാനമല്ല പിതൃക്കൾക്കുള്ളത്. അതുകൊണ്ട് രണ്ട് ഊർജ്ജമായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കണം. അപ്പോൾ തെക്കോട്ടുള്ള പിതൃലോകത്തേക്കുള്ള ഒരു സ്ഥാനത്തേക്കാണ് നമ്മൾ ഈ പറയുന്ന മരിച്ചുപോയ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ഉള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് വയ്ക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ പൂജാമുറിക്കകത്ത് കയറ്റി അത് പൂജാ സ്ഥാനത്തേക്ക് വെച്ച് പൂജിക്കരുത്. കാര്യം അവരുടെ സ്ഥാനം ദൈവം എന്നുള്ളതല്ല, അവരെ നമ്മൾ ആചാര്യ സ്ഥാനത്തേക്ക് ആണ് നമ്മൾ അവരെ കൽപ്പിക്കുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ഇത് മനസ്സിലായി കാണുമല്ലോ. ചിലർ വീടുകളിൽ നിന്ന് പാടെ ഇത്തരം ചിത്രങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ അച്ഛനെയും അമ്മയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാവാം. അവരുടെ മനസ്സിൽ ആ സ്ഥാനമൊന്നും ഉണ്ടാവില്ല. എന്നാൽ മറ്റുള്ളവർക്ക് അവരുടെ ജീവിതത്തിന് ഏറ്റവും നിറവ് കൊടുത്ത അച്ഛനമ്മമാരെ ആരാധിക്കുന്നതിലൊക്കെ വളരെ താല്പര്യമുള്ള മക്കളും ബന്ധുക്കളൊക്കെ ഉണ്ടാവും. അവർക്ക് ചിത്രങ്ങൾ വീട്ടിൽ വയ്ക്കാവുന്നതാണ്, യാതൊരു തടസ്സമില്ല. പക്ഷെ പൂജാമുറിയെ വയ്ക്കരുതെന്ന് മാത്രമേ ഉള്ളൂ.